ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന പയ്യൻ്റെ പേരാണ് ഗൗതം എന്ന് പറയുന്നത്. സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി ഇവൻ ചെയ്ത ഒരു കാര്യം കൊണ്ട് ഇവൻ്റെ ജീവിതം ഫുള്ളായിട്ട് മാറി മറിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അവൻ ചെയ്ത ചെറിയൊരു തെറ്റ് കാരണം അവൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒട്ടും വേഗത വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ പേരെന്ന് പറയുന്നത് മീര. ഇവരെന്ന് പറഞ്ഞാൽ മുംബൈയിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു ഗ്രോസറി ഷോപ്പും അതുപോലെ തന്നെ വീടൊക്കെ സ്വന്തമായിട്ടുള്ള ഒരാളാണ്. ഇവരുടെ ഭർത്താവാണ് ഒരു ഗ്രോസറി ഷോപ്പും എല്ലാം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇവരെ ജീവിതം നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ മീരയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കടയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നത്, ആക്സിഡൻറ്റ് പറ്റി മരിച്ചു പോകുന്നത്. അത് മീരയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കാവുന്നു. അതിനുശേഷം കുട്ടികളെ 2 പേരെ നോക്കണം, അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങളാണ്, കടയെ നോക്കണം, അങ്ങനെയുള്ള കുറേ ഉത്തരവാദിത്തങ്ങൾ മീരയ്ക്ക് വരുന്നു. സോ അതൊന്നും മടിക്കാതെ എന്ത് ചെയ്യുന്നു, മീര ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. തൻ്റെ 2 മക്കളെ നല്ലോണം പഠിപ്പിക്കുന്നു, കോളേജ് കഴിഞ്ഞതിന് ശേഷം 2 മക്കളെയും കല്യാണം കഴിച്ച് വിടുന്നു. മോനാണെങ്കിൽ ബാംഗ്ലൂരിൽ സെറ്റിലാണ്, അവിടെ തന്നെയാണ് ഭാര്യ ഉള്ളത്. എന്നാൽ മീര ഉണ്ടെങ്കിൽ മുംബൈയിൽ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ സ്വന്തമായിട്ട് കടയുണ്ട്, അത് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് മീര അവിടെ തന്നെ താമസിക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് തനിച്ചിരിക്കുന്ന കണക്ക് എന്ത് ചെയ്യുന്നത്, മീരയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു. ആരും തൻ്റെ കൂടില്ല, ഒറ്റപ്പെട്ട പോലെ എന്ത് ചെയ്യുന്നു, മീരയ്ക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ ബാംഗ്ലൂരിലോട്ട് വരുവാണ്, നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഇത് കേട്ടത് മോനാണെങ്കിൽ ഇതിനോട് താല്പര്യമില്ല. കാരണം താനും തൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രൈവസി കാരണം അമ്മ ഇങ്ങോട്ട് വരുന്നതിനോട് അവർക്ക് താല്പര്യമൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മോൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മ അവിടെ തന്നെ നിന്നോ, കടയൊന്നും നോക്കണ്ട, ഞാൻ മാസം അമ്മയ്ക്ക് ക്യാഷ് അയച്ചു തരാം, അമ്മ അവിടെ തന്നെ നിന്നോ എന്നാണ് മോൻ പറഞ്ഞത്. അത് കേട്ട് എന്ത് ചെയ്യുന്നു, അമ്മ അവിടെ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒറ്റപ്പെട്ട ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണൊക്കെ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മീര ഒരു ഫോൺ വാങ്ങുന്നു. അതിനുശേഷം എപ്പോഴും ആ ഒരു ഫോണിൽ തന്നെയാണ് മീര ഉള്ളത്. അതിനുശേഷം എന്ത് ചെയ്യുന്നത്, ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഈ സമയങ്ങളിലെല്ലാം ഒറ്റപ്പെട്ട രീതിയിൽ മീരയ്ക്ക് പല സമയങ്ങളിൽ ഫീൽ ആവുന്നുണ്ട്. മാസം മോൻ കാശ് അയച്ചു തരുന്നുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, മോളും സംസാരിക്കുന്നുണ്ട്. എന്നാൽ പോലും താൻ ഒറ്റയ്ക്കാന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഈ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഒരു വീടിൻ്റെ ഒരു പോർഷൻ വാടകയ്ക്ക് വിടാം എന്നുള്ളൊരു പ്ലാനിൽ എന്ത് ചെയ്യുന്നത്, മീര വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മീര അതിന് വേണ്ടി ആളെ ഏർപ്പാടാക്കാൻ ഇട്ടുകൊണ്ട് ഈ ഒരു വീട്ടിൽ താമസിക്കാൻ, ഒരു പോർഷനിൽ താമസിക്കാൻ വേണ്ടി അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു പയ്യൻ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ വന്ന ഒരു പയ്യൻ എന്ത് ചെയ്യുന്നു, ആ ഒരു വീടിന് ആവശ്യം പറഞ്ഞ് വന്നു. കാരണം ആ ഒരു പയ്യൻ്റെ വീടെന്ന് പറയുന്നത് ദൂരെ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു വീട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീട് സെലക്ട് ചെയ്യുന്നത്. ആ പയ്യൻ്റെ പേരാണ് ഗൗതം എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുന്നത്, മീര ഉണ്ടെങ്കിൽ ഈ ഒരു പയ്യന് ആ വീട് കൊടുക്കുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, അവന് ഫുഡ് തയ്യാറാക്കി കോളേജിലൊക്കെ പോകാൻ വേണ്ടി തയ്യാറാക്കി കൊടുക്കുക എല്ലാം ചെയ്യുന്നത്. കാരണം അത് അവർക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുന്നതിന് ഒറ്റപ്പെട്ടതിനെയും കാട്ടി എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇവരുണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവനെ ഒരു നല്ല രീതിയിൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മീരയ്ക്ക് അവനോട് എന്തോ ഒരു സാധാരണ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു മോനെ പോലുള്ള ഒരു ഫീലിംഗ് അല്ലാതെ അതിൽ ഉപരി ഒരു ഫീലിംഗ് ഉണ്ടായി തുടങ്ങി. കാരണം അവനെ കാണാൻ കൊള്ളാം, അങ്ങനെയുള്ള അവൻ്റെ യുവത്വം, ഇതൊക്കെ കൊണ്ട് തന്നെ മീരയ്ക്ക് അവനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ഇതിന് ശേഷം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രകടിപ്പിക്കാൻ പല സമയങ്ങളിലൊക്കെ ശ്രമിച്ചു. പക്ഷേ ഈ ഒരു പയ്യനുണ്ടെങ്കിൽ ആദ്യമേ ഇതൊരു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഈ ഒരു മീര എന്ന് പറയുന്നത്, ആ ഒരു രീതിക്ക് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവനുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, താഴെ വന്ന് TV കാണുകയും ഇവർ സംസാരിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടന്നു പോകുന്നിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇതേ കണക്ക് എന്ത് ചെയ്യുന്നു, അവൻ താഴെ ഇരുന്ന് TV ഒക്കെ ആ ഒരു സോഫയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കുളിക്കാൻ പോയി. കുളിച്ചതിന് ശേഷം വെളിയിലിറങ്ങി വരുന്നു. വന്നതിന് ശേഷം കതവ് തുറന്നിട്ടിട്ടാണ് ഇവർ ഡ്രസ്സ് മാറുന്നത്. ഇതുണ്ടെങ്കിൽ ഇവൻ കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. പെട്ടെന്ന് അവിടുന്ന് എണീറ്റ് വെളിയിൽ പോകുന്നു. ഇതോടെ ഉണ്ടെങ്കിൽ ഇവനുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് തന്നോട് എന്തോ താല്പര്യമുണ്ട്. കാരണം ഇല്ലെങ്കിൽ കതവ് തുറന്ന് ഇടേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ അവിടെ ഇരിക്കുന്നവർക്ക് കാണാം, അപ്പോൾ എന്നെ കാണിക്കണം എന്നുള്ളൊരു രീതി കൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗൗതമിന് മനസ്സിലാവുന്നു. അവനും അത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു. ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു മീര ഗൗതമിനോട് പറയാണ്, നീ ഇന്ന്
ഇവിടെ എൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു, നീ മേളിൽ പോകണ്ട, എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അവനെ അവിടെ തന്നെ തൻ്റെ കൂടെ തന്നെ നിർത്താനുള്ള കാര്യങ്ങൾ നോക്കുന്നു. ആ സമയത്ത് ഗൗതം അത് സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, തനിക്ക് പറ്റിയ ഒരു ചാൻസാണ് എന്നുള്ളൊരു കാര്യം. അതിനുശേഷം അവർ റൂമിൽ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ രാത്രി സമയമാവുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കുന്നു. രാത്രി അതൊരു എന്താ പറയുക, ഒരു സമയം എത്തിയപ്പോഴത്തേന് ഈ ഒരു ഗൗതവും അതുപോലെ തന്നെ ഈ ഒരു മീരയും അവരെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അത് അവസാനത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ശാരീരിക ബന്ധത്തിലേക്കും ആയി. സോ അതിന് ശേഷം ഉണ്ട് ഈ ഒരു മീര ഗൗതമിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട്. അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, അവന് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവനുണ്ടെങ്കിൽ ബൈക്കിലൊന്നും അല്ല കോളേജിലോട്ട് പോകുന്നത്, അവന് ബൈക്കൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മീര സ്വന്തം കാശ് കൊടുത്ത് എന്ത് ചെയ്യുന്നു, ഇവനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതുകൊണ്ട് ഇപ്പം ഒറ്റപ്പെടലൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല ഈ മീരയ്ക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാട്ടിലൊക്കെ ഇങ്ങനെ മീരയെക്കുറിച്ചൊരു ഇവനെക്കുറിച്ച് എന്ത് ചെയ്യുന്ന ഒരു സംസാരം പരക്കുന്നത്. അതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മീരയുടെ മോൻ ബാംഗ്ലൂരിലുള്ള മോനിലേക്ക് എത്തുന്നു. അവനിതറിയുന്നു. ഇതറിഞ്ഞത് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, അമ്മയെ വന്ന് കാണണമെന്ന് വെച്ച് എന്ത് ചെയ്യുന്നു, ബാംഗ്ലൂരിലേക്ക് നിന്ന് ബോംബെയിൽ വരുന്നു. ബോംബെയിൽ വന്നതിന് ശേഷം അമ്മയെ കാണുന്നു. കണ്ടതിന് ശേഷം ഇതേ കണക്ക് ആൾക്കാർ പറയുന്നുണ്ടല്ലോ അമ്മ അവനെ പറ്റിയും അത് ശരിയാവത്തില്ല, അമ്മ ഞങ്ങളുടെ തന്നെ വാ, അത് കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട മീരയാണെങ്കിൽ തനിക്ക് ഈ ഒരു മോനോട് വരാൻ താല്പര്യമില്ല, ഞാനിവിടെ തന്നെ നിൽക്കുവാണ് എന്ന് പറഞ്ഞ് മോനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പക്ഷെ മോനാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ തയ്യാറില്ല. അമ്മ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ മാസാമാസം അയച്ചു തരുന്ന പൈസ ഞാൻ ഇനി അയച്ചു തരത്തില്ലെന്ന് ഈ ഒരു അമ്മയെടുത്ത് പറയുന്നു. ഇത് കേട്ട മീര ഉണ്ടെങ്കിൽ എന്ത് പറയുന്നു, അത് കുഴപ്പമില്ല, നീ അയച്ചു തരണ്ട എന്ന് പറഞ്ഞിട്ട് മോനെടുത്തും പറയുന്നു. മോനാണെങ്കിൽ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ഈ മോനുണ്ടെങ്കിൽ ഇവരുടെ മോള്, അതായത് മീരയുടെ മോളെ വിളിച്ച കാര്യം പറയുന്നു. ഇതേ കണക്കൊണ്ട് നീ അമ്മയെടുത്ത് കാര്യങ്ങൾ പറയാൻ പറയുന്നു. സോ അതേ കണക്ക് മീരയുടെ മീരയെ വിളിച്ച കാര്യങ്ങൾ പറയുന്നു. പക്ഷേ മീര അവളോടത്തും അതേ കണക്ക് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞ്, എനിക്ക് എൻ്റെ കാര്യം നോക്കി എൻ്റെ പാട്ടിന് വിട്, നിങ്ങളുടെ കാര്യം നോക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ ജീവിതം രണ്ട് കൂട്ടർ രണ്ട് രീതിയിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഗൗതം എന്ന് പറഞ്ഞ പയ്യന് കോളേജിൽ ഒരു ലവറൊക്കെ ഉണ്ട്. അവൻ്റെ പ്രായത്തിൽ തന്നുള്ള അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലൊക്കെയാണ്. ഇവനുണ്ടെങ്കിൽ ഈ ഒരു മീര എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ ഒരു കാര്യത്തിനും അവന് താല്പര്യമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ മീരയ്ക്കാണെങ്കിൽ അങ്ങനെയല്ല, തിരിച്ച്, കാരണം ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മീര പ്രഗ്നൻ്റ് ആവുന്നത്. സോ മീരയ്ക്ക് ഒരു 50 വയസ്സൊക്കെ ഉണ്ടാവുന്ന ആ സമയത്താണ് പ്രഗ്നൻ്റ് ആവുന്നത്. ഈ മീര എന്ത് ചെയ്യുന്നു, ഇത് ഗൗതമിനോട് പറയുന്നു, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്, നീ എന്നെ കല്യാണം കഴിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇത് കേട്ടതും ഗൗതം ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. കാരണം കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ തനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ഒരു ശാരീരിക ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഗൗതം അങ്ങനെയൊക്കെ ചെയ്തത്. ഇതെന്ത് ചെയ്യുന്നു, മീരയെടുത്ത് പറയുന്നത്, എനിക്ക് താല്പര്യമില്ല, കല്യാണം കഴിച്ചാൽ എൻ്റെ നാട്ടുകാർ കൂട്ടുകാരൊക്കെ എന്തൊക്കെ പറയും, എനിക്കത് ഒട്ടും കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ മീരയാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല, നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊരു തർക്കത്തിലേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗൗതം എന്ത് ചെയ്യുന്നു, അവിടുന്ന് നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. മീരയാണെങ്കിൽ ഇത് അറിഞ്ഞതും എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തിരിച്ച് വരത്തില്ല എന്നുള്ളൊരു ഘട്ടത്തിലായപ്പോൾ പോലീസിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. കംപ്ലയിൻറ്റ് കൊടുത്ത് ഈ ഒരു ഫോട്ടോസ്, അവരപ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഇത് കണക്ക് എൻ്റെ വയലിലൊക്കെ കുട്ടിയൊക്കെ ഉണ്ട്, ഇപ്പോൾ അവനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങളെ കല്യാണം കഴിച്ച് വെപ്പിക്കണമെന്നൊക്കെ പോലീസിൻ്റെ അടുത്ത് പറയുന്നു. പോലീസ് ഇത് കേട്ടതും ഷോക്കായി, കാരണം അവരുടെ പ്രായം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. അതിനുശേഷം പോലീസ് എന്ത് ചെയ്യുന്ന കേസ് അതിൻ്റെ കണക്കെടുക്കുന്നു, അവനെ വിളിച്ച് വരുത്തുന്നു, കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു പോലീസുകാരും ശ്രമിക്കുന്നു ഈ ഒരു മീരയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ. പക്ഷേ മീര അതിനൊന്നും റെഡി ആയിരുന്നില്ല. ഇവനെ കല്യാണം കഴിക്കണമെന്നുള്ള ഒരേ ഒരു പ്ലാനിൽ തന്നെ ആയിരുന്നു മീര ഇരുന്നത്. സോ അതിനുശേഷം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പോലീസുകാർ മീരയെ അടുത്ത് ഇവൻ്റെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഈ ഒരു ഗൗതമിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. രണ്ടുപേരും സംസാരിച്ചിട്ട് പോലും മീരയ്ക്ക് ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് മാറാൻ എന്താ പറയുക, കല്യാണം കഴിച്ചേ പറ്റൂ എന്നുള്ള ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. അവസാനം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗൗതമിൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു, മീരയെ വന്ന് കാണുന്നു. ഇതേ കണക്ക് എൻ്റെ മോൻ്റെ ഭാവി കളയരുത്, നാട്ടുകാരെന്ത് പറയും, സുഹൃത്തുക്കൾ എന്ത് പറയും, നിങ്ങൾക്ക് ഇത്രയും പ്രായത്തില് നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യങ്ങൾ, എൻ്റെ മോൻ്റെ ഭാവി കളയരുതെന്നൊക്കെ അവർ വന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതൊന്നും റെഡി ആയിരുന്നില്ല. ഇതൊന്നും കേട്ടിട്ടൊന്നും അവനെ എന്ത് ചെയ്തു, അവൻ്റെ പാട്ടിന് വിടാൻ റെഡി ആയിരുന്നില്ല മീര. അങ്ങനെ അവസാനം സഹിയായിട്ട് എന്ത് ചെയ്യുന്നു, മീര
എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗൗതം കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഉണ്ടെങ്കിൽ മീരയുണ്ടെങ്കിൽ ഗൗതമിൻ്റെ വീട്ടിലാണ് പോയി താമസിച്ചിരുന്നത്. ഇതിന് ശേഷം ആ ഒരു ഗൗതമിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗൗതമിനും ഒന്നും വെളിയിറങ്ങി നടക്കാനോ ഒന്നും തന്നെ പറ്റില്ല. ആൾക്കാർ, നാട്ടുകാർ, ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും എന്ത് ചെയ്ത് ഭയങ്കരമായിട്ട് കളിയാക്കുവാണ്. ചിലവരൊക്കെ മുമ്പിൽ വന്ന് അവരെ മുഖത്ത് നോക്കി പറയുന്നത്, ചിലവരൊക്കെ പിറകിലൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങളും ഭയങ്കരമായിട്ട് നാണം കെടുത്തുന്ന രീതി. ഇത് ഗൗതമിന് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം സ്നേഹിച്ചുകൊണ്ടിരുന്ന പെണ്ണ് വേറൊരുത്തനെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്തു. ഗൗതമിന് ഇത് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവളുടെ കൂടെ ജീവിച്ചാൽ എനിക്ക് ഒട്ടും ജീവിക്കാൻ പറ്റില്ല, ഇവള് കാരണം എൻ്റെ ജീവിതം തന്നെ നാണക്കേടായി, എനിക്ക് ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഗൗതം മരിക്കാൻ തീരുമാനം എടുക്കുന്നു. അതിന് മുമ്പ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞ് എൻ്റെ മരണത്തിനെല്ലാം കാരണം മീരയാണ്, അവളാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സൂയിസൈഡ് ചെയ്യാണ് ചെയ്തത്. വീട്ടുകാർ ഇവനെ കണ്ടതും ഏകദേശം മരിക്കാനുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നു. ആശുപത്രി കൊണ്ടു ചെന്നപ്പോഴത്തേനും ഈ ഒരു ഗൗതം മരിച്ചിരുന്നു. അതിനുശേഷം പോലീസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു വീഡിയോ ഒക്കെ കാണുകയും മീര എന്ത് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജയിലിൽ ഇരിക്കുന്ന സമയത്താണ് മീര എന്ത് ചെയ്യുന്നത്, പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. സോ ഇതുണ്ടെങ്കിൽ കോടതി അറിയുകയും അതിനു വേണ്ടിയുള്ള ഇളവായിട്ട് എന്ത് ചെയ്യുന്നു, മീര വിട്ടയക്കുകയും ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, മീര ഈ ഒരു ഗൗതമിനുണ്ടായ കുട്ടി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടിയെ നോക്കി എന്ത് ചെയ്യുന്നു, ഇപ്പം ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കാണ് എനിക്ക് തോന്നിയത്. കാരണം അവർക്ക് ആഗ്രഹങ്ങളും കാരണമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും അവർ കുറച്ച് ചിന്തിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഗൗതമിൻ്റെ കാര്യം, ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ അവൻ്റെ ജീവിതം തന്നെ തുലയ്ക്കേണ്ടി വന്നു. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ തോന്നി എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലത്തുള്ള സ്റ്റോറിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.